ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡെസ്ക് ഡയറി. ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എനിക്ക് എക്സാം ഉള്ളൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാണ്, ഈ ചാനലിൽ ഞാൻ മെയിനായിട്ട് എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ലൈക്ക് എസ്തെറ്റിക്കലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഇതുവരെ അങ്ങനെ വലിയ കാര്യമായിട്ട് നടന്നിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മുടെ ജേർണലിംഗ് വീഡിയോസ്, സെൻറ്റാങ്കിൾ ആർട്ട് ചെയ്യുന്ന വീഡിയോസ്, അങ്ങനെ കുട്ടി കുട്ടി വീഡിയോസ്, ക്ലീനിങ് വീഡിയോസ്, ഇതൊക്കെയാണ് ഞാനൊരു ചാനലിൽ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വക കണ്ടൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാം. ഓൾറെഡി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ ഒരു ഹാർട്ട് കമൻറ്റ് ഇടണേ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ എനിക്ക് എക്സാം ഉച്ചയ്ക്കാണ്, പക്ഷെ ഞാൻ നേരത്തെ എണീറ്റു. വേറൊന്നുമല്ല, കുറച്ച് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനൊരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് തന്നെ റൂം ക്ലീനിങ് ആണ്. ആ മിററൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് പൊടിയൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ ആദ്യം ഒന്ന് വൃത്തിയാക്കി. പിന്നെ കുറേ ഡ്രസ്സ് കൊണ്ടുവന്നതേ നമ്മൾ കസേരയിൽ, എല്ലാ വീട്ടിലും കാണുമല്ലോ ഒരു കസേരയമ്മ കുറേ ഡ്രസ്സ്. അതുപോലെ എൻ്റെ റൂമിലും ഉണ്ട് ഒരു കസേരയമ്മ നിറയെ ഡ്രസ്സ്. അങ്ങനെ ആ ഡ്രസ്സൊക്കെ ഒന്ന് കുറച്ച് മടക്കി വെച്ചു. പിന്നെ അവിടെ ഒരു കവർ ഇരിക്കുന്നുണ്ടോ, അത് ഞാൻ എൻ്റെ ഈ ജേർണലിങ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഇട്ട് വെച്ചേക്കുന്നൊരു കവറാണ്. അത് ജങ്സി കവറൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പാക്കേജിങ് ഒക്കെ, അതൊക്കെ ഇട്ട് വെച്ചേക്കുന്നൊരു കവറാട്ടോ. അങ്ങനെ എൻ്റെ ആ റൂം ഏകദേശമൊക്കെ ഞാൻ ക്ലീനാക്കി. ഇനി നമുക്ക് എക്സാമിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അത് ഞാൻ ആദ്യം വേണ്ടത് പെന്നാണ്. ജെൽ പെന്നല്ലാത്ത പെന്നുണ്ടല്ലോ, ബോൾ പോയിൻറ്റ് പെന്ന്, അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എഴുതാൻ സ്മൂത്ത്നെസ് ഉള്ളത് ഏതായിരിക്കും എന്നൊക്കെ നോക്കിയിട്ട് 3 പെന്ന് സെലക്ട് ചെയ്തു. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് 3 പെന്നൊന്നും ആവശ്യമില്ല, ഒരു പേനൊക്കെ മതി. ഇനി അഥവാ എൻ്റെ ഇങ്ങാനും തീർന്നു പോയാലോ. അങ്ങനെ 3 പെന്ന് സെലക്ട് ചെയ്തു. പിന്നെ ഹോൾ ടിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ ആധാർ കാർഡ്, അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തേ എൻ്റെ ബാഗ് ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ ആദ്യമേ തന്നെ അങ്ങോട്ട് പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവസാന നിമിഷത്തെ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കാം. അതുകൊണ്ട് വേണ്ടിയിട്ടാണ്. പിന്നെ പോകുന്ന വഴിക്ക് അഥവാ പഠിക്കാൻ തോന്നിയാലെന്ന് വെച്ചിട്ടാണ് 2 ബുക്കൊക്കെ എടുത്ത് വെക്കുന്നത്. ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. ഇനി ഒരു കുട്ടി ട്രാൻസിഷൻ കണ്ടാലോ. ആഹാ, ഇതാരത്, പുതിയൊരു വ്യക്തി. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര മാറ്റം വന്ന പോലെ റെഡിയായി കഴിഞ്ഞപ്പോൾ. ശരിക്കും എൻ്റെ വീട്ടിലെ കോലം നിങ്ങൾ കണ്ടല്ലോ അല്ലേ, അതാണ് ശരിക്കും ഞാൻ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ വേണമെങ്കിൽ പറയാം. പിന്നെ ദേ പുറത്തേക്ക് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ കണ്ടതാട്ടോ ഒരു നല്ല മയിൽ എപ്പോഴും ഇവിടെ വരാറുണ്ട്. പക്ഷെ ഒരു പീലി പോലും തരാറില്ല. ഞാനാണ് എന്നും ആഗ്രഹിക്കും ഒരു പീലി തന്നിരുന്നെങ്കിൽ. അങ്ങനെ പിന്നെ വീഡിയോസൊന്നും എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഞാൻ നമ്മുടെ എക്സാം സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അമ്മ പഠിപ്പിച്ച സ്കൂൾ അവിടെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു പേപ്പർ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാട്ടോ. അപ്പോൾ ഇതൊക്കെ അമ്മ പഠിപ്പിച്ച സ്കൂളിൻ്റെ ആ ഒരു സൈഡും ആ മരമൊക്കെ ആട്ടോ. പിന്നെ ഇങ്ങനെ നടന്നു പോയപ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാറ്റ്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എക്സാം ഹാളിൽ എത്തിയിട്ടോ. വെറുതെ ഇരിക്കുക, ഹാളിലല്ല സെൻറ്ററിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. പക്ഷേ ബുക്ക് കൊണ്ടുപോയില്ലേ, അതൊക്കെ വെറുതെ ആയി, പഠിച്ചില്ല. പിന്നെ എക്സാം കഴിഞ്ഞതേ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. എക്സാമിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഇന്ന് ഒറ്റയ്ക്കുള്ള ഷോപ്പിംഗ് ആണ്. എനിക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് വേണ്ടി വന്നേക്കാട്ടോ. ഇത് പിന്നെ ഹൈപ്പർ മാർക്കറ്റാണല്ലോ. പിന്നെ ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ആയതുകൊണ്ടും ഹൈപ്പർ മാർക്കറ്റ് ആയതുകൊണ്ടും ഒക്കെ ഇങ്ങനെ നടന്ന് സാധനങ്ങൾ എടുക്കാമല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ വീട്ടിലേക്ക് അമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന സാധനങ്ങൾക്ക് വാങ്ങണമെന്ന്. അപ്പോൾ അത് മാത്രം ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പച്ചക്കറിയൊക്കെ എനിക്ക് ഇങ്ങനെ എടുത്തിടാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ക്യാപ്സിക്കം ആവശ്യമുണ്ട്. എനിക്ക് മന്തി ഉണ്ടാക്കണം നാളെ. അപ്പോൾ ഒരു ക്യാപ്സിക്കം കൂടി എടുത്തു. ദെൻ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ. അരിയൊക്കെ ഞാൻ ചുമന്നു. ഒറ്റയ്ക്ക് ഞാൻ അരിയൊക്കെ എടുത്തു. ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ആൻഡ് ഇങ്ങനെ നടക്കുമ്പോഴും മുടി ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സാധനം മാത്രമേ വാങ്ങിയുള്ളൂ. എനിക്ക് നല്ലോണം ദാഹിക്കുന്നുണ്ടായിരുന്നു എക്സാമൊക്കെ ഇതിൻ്റെ ക്ഷീണം കൊണ്ടേ. അങ്ങനെ അത് മാത്രം വാങ്ങി തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. പിന്നെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഇങ്ങനെ സൂര്യനൊക്കെ അസ്തമിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ എനിക്ക് അവിടുത്തെ ചെടികളുടെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ ഇങ്ങനെ ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. കാരണം കുറേ നാളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വീട് ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ, ഗാർഡനൊക്കെ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ ഈ സമയത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് നോക്കണം. അങ്ങനെ അതിന് വേണ്ടി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ താല്പര്യമെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്തു. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡൊക്കെയാണ്. പിന്നെ ആ ഒരു ദിവസം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. നിങ്ങൾക്ക് എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, ഞാൻ എപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ തുടങ്ങിയാലും ഒരു വൈകുന്നേരം വരെ നല്ല രസത്തിലൊക്കെ വീഡിയോസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. പ്രത്യേകിച്ചൊന്നും ചെയ്യാനും ഇല്ല, എടുക്കാനും ഇല്ല, ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കും. എനിക്ക് എന്തായാലും ഒരു പ്രൊഡക്റ്റീവൊക്കെ ആയിട്ട് നല്ല വീഡിയോസൊക്കെ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും ഒരു ദിവസം ഞാനൊരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതായിരിക്കും. എന്തായാലും ഹോപ്പ്ഫുള്ളി അത് വേഗം തന്നെ നടക്കട്ടെ. ഇപ്പോൾ കാണിച്ചത് രണ്ടും എൻ്റെ വീട്ടിലെ ഡോഗ്സ് ആട്ടോ. ആ ബ്ലാക്ക് കളറിലുള്ളതാണ് അമ്മ, പിന്നെ ആ വൈറ്റ് കളറിലുള്ള കുട്ടിയാട്ടോ. പിന്നെ ഒരു നൂഡിൽസൊക്കെ കഴിച്ചു. എൻ്റെ ഫേവറേറ്റ് ചാനലാണ് പുള്ളോത്തി. നിങ്ങളാരെങ്കിലും പുള്ളോത്തി കാണാറുണ്ടോ? എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഞാൻ വീണ്ടും കിടന്നു.